ഹലോ അസ്സലാമു അലൈക്കും. എല്ലാവർക്കും സുഖം തന്നെയല്ലേ? അപ്പോൾ ഇന്നിപ്പോൾ തമ്മനയിൽ കണ്ട പോലെ തന്നെ നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവും, ഇവളിപ്പോൾ അടുത്തല്ലേ യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ട് ആകെ 2 മാസം പോലും ആയിട്ടില്ല, ഇതെന്താ ഇവൾ പെട്ടെന്ന് നിർത്തുന്നേ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും. ഞാൻ യൂട്യൂബ് ചാനൽ ഒഴിവാക്കണമെന്ന് പറഞ്ഞതുകൊണ്ട് എല്ലാവരും ചിന്തിക്കുന്നതായിരിക്കും. കാരണം എല്ലാവരും ചിന്തിക്കുന്നതല്ല, ചില ആളുകൾ. കാരണം നല്ല മനുഷ്യന്മാർ കുറേ ആളുകളുണ്ട്, കുറേ സഹോദരങ്ങൾ കുറേ പേരെ യൂട്യൂബിൽ നമ്മൾ കണ്ടിട്ടില്ലെങ്കിലും അധികം അറിയില്ല, എവിടെ നാട് വീട് ഒന്നും അറിയില്ലെങ്കിലും എനിക്ക് ഒരുപാട് ആളുകളെ പേര് വെച്ചിട്ട് കമൻറ്റ് ഇടുമ്പോഴൊക്കെ പേര് വെച്ചിട്ട് കുറേ നല്ല മനുഷ്യന്മാരെ അറിയാം കേട്ടോ. അപ്പോൾ അവരൊക്കെ ചിന്തിക്കുന്നുണ്ടാവും, എന്താ ഇപ്പോൾ പെട്ടെന്ന് ചാനൽ ഒഴിവാക്കുന്നത്, എന്താ കാരണം, ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്നുണ്ടാവും. തമ്മനയിൽ കണ്ടപ്പോൾ അങ്ങനെയാണല്ലോ നമുക്ക് ഓൾറെഡി മനസ്സിൽ വരിക. അപ്പോൾ തുടക്കത്തിൽ തന്നെ ഞാനൊരു കാര്യം പറയാം. എന്നെ സപ്പോർട്ട് ചെയ്യണ കുറേ സഹോദരങ്ങളുണ്ട്, അവരോടല്ല ഞാനീ പറയുന്നത് കേട്ടോ. ആദ്യം തന്നെ അവർ വിചാരിക്കും ഇവളെന്തൊക്കെയാണ് പറയണത്, ഞങ്ങളെന്താ ചെയ്തതെന്നൊക്കെ ചിന്തിക്കും. പക്ഷേ നിങ്ങളെന്നെ സപ്പോർട്ട് ചെയ്തിട്ടുള്ളൂ. നിങ്ങളൊക്കെ തന്നെയാണ് എന്നെ വെറും 27 ദിവസം കൊണ്ട് മോണിറ്റൈസേഷൻ ആക്കി തന്നത്, നിങ്ങളൊക്കെ തന്നെയാണ്. പിന്നെ നമ്മൾ ശത്രുക്കളും കിട്ടും കേട്ടോ. കാരണം വെച്ചാൽ നമ്മളെ ശത്രുത കാണിക്കാനാണെങ്കിലും ആളുകൾ കാണുമ്പോഴാണല്ലേ നമുക്ക് വ്യൂസൊക്കെ ഉണ്ടാവുക, അങ്ങനെ പ്രത്യേകത ഉണ്ടല്ലോ. അപ്പോൾ നമ്മളെ വീഡിയോസൊക്കെ എല്ലാ ശത്രുക്കളും കാണണം എന്നൊക്കെ തന്നെയാണ് ആദ്യം തന്നെ പറയേണ്ടിയിരുന്നത്. അത് പോട്ടെ. ഞാൻ 2.5 വർഷമായിട്ട് യൂട്യൂബ് ചാനൽ ലാമി സ്ട്രീം എന്ന് പറഞ്ഞിട്ട് ഒരു യൂട്യൂബ് ചാനൽ എൻ്റെ മോളത് തുടങ്ങിയിരുന്നു. മോൾക്ക് 1.5 വയസ്സുള്ളപ്പോൾ തുടങ്ങിയതാണ്. അത് കുട്ടീൻ്റെത് മാത്രം വീഡിയോസൊക്കെ ഇടുന്നതുകൊണ്ട് നമ്മൾ വേറെ വീഡിയോസൊന്നും ഇടുന്നില്ല. കുട്ടീൻ്റെത് മാത്രം ഇട്ട കാരണം അത് കിഡ്സ് ഓൺലി, അത് അങ്ങനെ ആയിപ്പോയി. കാരണം വെച്ചാൽ കമൻറ്റ് ബോക്സ് ഓഫായി പോവുക. കാരണം നമുക്ക് കാര്യപ്പെട്ടൊരു വീഡിയോസ്, പിന്നെ അതിൽ ഞാൻ മുഖം കാണിച്ചു കൊണ്ടൊന്നും ഞാൻ വീഡിയോസ് ഇട്ടിട്ടില്ല. കാരണം വെച്ചാൽ ഞാൻ എല്ലാവരും പോലെ തന്നെ കുട്ടികളതും മറ്റുള്ള കാര്യങ്ങളൊക്കെ ഇട്ട് അങ്ങനെ ശരിയാവുകയാണെങ്കിൽ ആവട്ടെ എന്ന് വിചാരിച്ചിട്ട് മാക്സിമം ഫേസ് കാണിക്കാതെ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ്. പക്ഷേ അത് സക്സസ് ആവാത്ത കാരണമാണ് നമ്മളെ മുന്നിൽ ഒരു ജീവിതമാർഗ്ഗം വേറെ ഒന്നും കാണില്ല. അപ്പോൾ എല്ലാവരും ചെയ്യുന്നൊരു തൊഴിൽ തന്നെയാണ് യൂട്യൂബ് അല്ലേ. അപ്പോൾ ആ യൂട്യൂബ് എന്തെങ്കിലും അതിൽ നിന്ന് എന്തെങ്കിലും വരുമാനം കിട്ടുകയാണെന്നെങ്കിൽ എൻ്റെ മക്കളെ പഠിപ്പ്, അല്ലെങ്കിൽ നമ്മുടെ വീടിൻ്റെ വാടക, അല്ലെങ്കിൽ നമ്മളെ കടം, അല്ലെങ്കിൽ ഹോസ്പിറ്റൽ കേസ്, ഇങ്ങനെയൊക്കെ എന്തെങ്കിലുമൊക്കെ ഒരു പരിഹാരം ആവുമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ചാനൽ അന്നും തുടങ്ങിയത്. പക്ഷെ അന്ന് കുട്ടീൻ്റെ വീഡിയോസ് മാത്രം ഇടുമ്പോൾ ആർക്കും ഇപ്പോൾ അവനാൻ്റെ കുട്ടികളെ ഇതുണ്ടാവുള്ളൂ, മറ്റുള്ളവരുടെ കുട്ടികളെ കാണാൻ വലിയ താല്പര്യമൊന്നും ഉണ്ടാവില്ല. അപൂർവം ചിലരൊക്കെ ഇഷ്ടപ്പെട്ട് നോക്കിയെങ്കിലും ഉള്ളൂ. അപ്പോൾ അങ്ങനെ 2.5 വർഷം ആ ചാനൽ സക്സസ് ആവാത്ത കാരണം അതവിടെ ഉണ്ട് ഓൾറെഡി. പക്ഷേ അതിലിപ്പോൾ ഞാൻ വീഡിയോസൊന്നും ഇടാറില്ല. എനിക്ക് തോന്നി ലാസ്റ്റ് ഘട്ടത്തിൽ, കാരണം എൻ്റെ മക്കളെ പഠിപ്പ് അതിനൊരു മനുഷ്യൻ്റെ സഹായമല്ല. ഒരാളെ മുന്നിൽ തെണ്ടാനും വയ്യ. ഒരാളോട് ചോദിച്ചാൽ പോലും, ഞാൻ മനുഷ്യനോട് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അത് വിശ്വാസം പോലും വരില്ല. അങ്ങനത്തെ ഒരു അവസ്ഥ, അങ്ങനത്തെ ഒരു സാഹചര്യം. എനിക്ക് എൻ്റെ എല്ലാ പ്രശ്നങ്ങളും പബ്ലിക്കിൽ പറയാൻ പറ്റില്ല. ഇനി പറയേണ്ടി വന്നാൽ എനിക്ക് ഒരു നാണോ മാനോ ഇല്ലാതെ ഞാൻ പറയുകയും ചെയ്യും. പക്ഷേ ഞാൻ കാരണപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആർക്കൊരു ബുദ്ധിമുട്ട് വേണ്ടാന്ന് വിചാരിച്ചതുകൊണ്ട് മാത്രമാണ് ഞാൻ ഓരോ കാര്യങ്ങളും ഞാൻ മൂടി വെച്ച് സംസാരിക്കുന്നത്. ആർക്കൊരു ബുദ്ധിമുട്ട് വേണ്ട, ആർക്കൊരു നാണക്കേട് വേണ്ട. എന്നാൽ പിന്നെ എൻ്റെ ചാനൽ ആർക്കൊരു ദോഷമില്ലാത്ത കോലത്തിൽ മുന്നോട്ട് പോകും വേണം. എനിക്ക് എൻ്റെ മക്കളെ കാര്യം, എൻ്റെ വീടിൻ്റെ വാടകൻ്റെ കാര്യം ഇതൊക്കെ നോക്കണം എന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. കാരണം വെച്ചാൽ ഒരാളെ സഹായം ഇല്ലാതെ ജീവിക്കണമല്ലോ. അതുകൊണ്ട് കാരണം എൻ്റെ മക്കളെ പഠിപ്പ്, ഒരാളെ സഹായം ഇല്ലാതെ, കാരണം എൻ്റെ മക്കളെ പഠിപ്പ് വരെ മുടങ്ങി കിടക്കുന്നൊരവസ്ഥ. അങ്ങനെയൊക്കെ ആയപ്പോൾ എൻ്റെ ലാസ്റ്റ് നമുക്കൊരു കാച്ചിത്തുരുമ്പുണ്ടാവില്ല, ആ ഒരു കാച്ചിത്തുരുമ്പാണ് ഈ യൂട്യൂബ് ചാനൽ. രാത്രി ഉറക്കില്ലാത്ത ദിവസങ്ങൾ, കുട്ടികളെ ഫീസ് അടച്ചിട്ടില്ല, എൻ്റെ ഹോസ്പിറ്റൽ കേസുകൾ, എന്താണ് അസുഖം എന്ന് പോലും നോക്കാൻ പോകാൻ പറ്റാത്ത സാഹചര്യങ്ങൾ, ഒരുപാട് പൈസൻ്റെ കേസ് മാത്രമേ ഉള്ളൂ. എല്ലാവർക്കും തന്നെയാണ് വിഷയം എന്ന് എനിക്കറിയാം. അപ്പോൾ എന്ത് ചെയ്യാൻ പറ്റും? അപ്പോൾ ഒരുപാട് കഷ്ടപ്പാടും ദുരിതങ്ങളുള്ള നമ്മളെ കണ്ടു കഴിഞ്ഞാൽ ആരുടെ കഷ്ടപ്പാടുണ്ട്. അങ്ങനെ നമ്മൾ ഒരാളെ ഒരിക്കലും പിന്നെ ഫേസ് കണ്ടിട്ടോ അല്ലെങ്കിൽ ആളൊരു രൂപം കണ്ടിട്ടോ ഒന്നും ഒരിക്കലും നമ്മളൊരു മനുഷ്യനെ വിലയിരുത്താൻ പാടില്ല കേട്ടോ. അത് വേറെ വിഷയം. അപ്പോൾ നമ്മൾ ആരെങ്കിലും എന്തെങ്കിലും ഒരു വിഷമം പറഞ്ഞു കഴിഞ്ഞാൽ അത് വെറുതെ പറയുകയാണെന്ന് പറഞ്ഞിട്ടൊരു കളിയാക്കലായിരിക്കും ആൾക്കാർക്ക്. അപ്പോൾ ഞാൻ ഒരൊറ്റ ലക്ഷ്യമുള്ളൂ, എൻ്റെ മക്കൾ, എനിക്ക് 4 മക്കളാണ്, 4 മക്കളെ ഭാവി നോക്കണം. എൻ്റെ മക്കൾ, കാരണം എനിക്ക് മനസ്സിലായി 2024 കൂടി എനിക്ക് മനസ്സിലായി ഒരു ഈച്ചൻ്റെ സഹായം റബ്ബനാക്കും മക്കൾക്കും ഇല്ല എന്നുള്ളത് എനിക്ക് മനസ്സിലായി. കാരണം കഴിഞ്ഞ വർഷം കുറച്ച് കാര്യങ്ങൾ ഞാൻ പറയാം. കഴിഞ്ഞ വർഷം എൻ്റെ മോനെ ഞാൻ പഠിക്കാൻ കൊണ്ടാക്കിയിരുന്നു. പൈസേൻ്റെ കുറച്ച് ബുദ്ധിമുട്ടായിട്ട് അവൻ അവിടുന്ന് ക്ലാസ് പോരേണ്ടി വന്നു. കാരണം പൈസ പെട്ടെന്ന് 30 കെട്ടണം, 50 കെട്ടണം, 60 കെട്ടണം അങ്ങനെ പറയും സ്വാഭാവികം. പക്ഷേ എന്നെക്കൊണ്ട് അത്രയും പൈസ കെട്ടാൻ കഴിഞ്ഞില്ല. അതുകൊണ്ട് എൻ്റെ മോനെ താൽക്കാലികമായിട്ട് ഞാനവിടെ കൊടുന്നതാണ്. അതിൽ എൻ്റെ മോനെ കാലാകാലം പഠിപ്പിക്കാറില്ല. എൻ്റെ കിഡ്നി കൊടുത്തിട്ടാണെങ്കിൽ ഞാൻ എൻ്റെ മക്കളെ പഠിപ്പിക്കും, അത് വേറെ വിഷയം. പക്ഷേ ഈ ഒരു വർഷം മോനെ ഇങ്ങോട്ട് പോരേന്ന് പറഞ്ഞു. കാരണം എനിക്ക് എൻ്റെ ബ്രസ്റ്റിന് ട്യൂമറുള്ളത്, മുഴയുള്ളത് അറിഞ്ഞതായിരുന്നു അന്ന്. അതിൻ്റെ ക്യാൻസറൊന്നും അല്ല കേട്ടോ, ഇനി അതൊന്നും ആരും ഉണ്ടാക്കണ്ട. ബ്രസ്റ്റിന് 2 മുഴയുണ്ട്. അപ്പോൾ അത് പിന്നെ എന്താണ് അറിയില്ല. അപ്പോൾ ആ ഒരു കാരണം കൂടിയായപ്പോൾ സ്വാഭാവികമായിട്ട് മാനസികമായിട്ട് എൻ്റെ അമ്മൻ്റെ അനിയത്തി അങ്ങനെ മരണപ്പെട്ടതാണ്. അപ്പോൾ അതിൻ്റെ ഒരു വിഷമവും ഉണ്ട്. പിന്നെ നമുക്ക് ചെറിയൊരു ചുടുവെള്ളത്തിൽ ചാടിയവർക്ക് പച്ചവെള്ളം കണ്ടാലും പേടിയാവുമല്ലോ. അപ്പോൾ അതുകൊണ്ട് കുഞ്ഞമ്മക്ക് ആ ഒരു പ്രശ്നം ഉണ്ടായി മരണപ്പെട്ടതുകൊണ്ട് നമുക്ക് ബ്രസ്റ്റിന് എന്തെങ്കിലും മുഴകളോ തടികളോ എന്തെങ്കിലും ഉണ്ട്, ഞാൻ മാനസികമായിട്ട് വിഷമം ഉണ്ടാവും. അപ്പം അന്ന് ആ മുഴ കണ്ട സമയമാണ്
അപ്പോൾ എന്താണ് ഏതാണെന്ന് അറിയുന്നില്ല. വെറുതെ പോയി ടെസ്റ്റ് ചെയ്യണമെങ്കിൽ പോലും പിന്നെ ഗവൺമെൻറ്റിൽ പോയി നോക്കിക്കഴിഞ്ഞാൽ ജൂലൈയിൽ കൊണ്ടുപോയി കാണിച്ചാൽ ഞങ്ങൾക്ക് ഒക്ടോബർ 30-30 29-30 ആ ലാസ്റ്റ് സമയത്തിനാണ് ഞങ്ങൾക്ക് അവിടെ മാമോഗ്രാമിനും മറ്റുള്ള സ്കാനിങ്ങിനൊക്കെ ഡേറ്റ് കിട്ടിയത്. 5-6 മാസത്തിന് ശേഷം ഒക്കെ പോയി അങ്ങനെയൊക്കെയാണ് കിട്ടുന്നത്. 4 മാസം 5 മാസം ഡേറ്റ്. ആ ഡേറ്റിൻ്റെ അന്ന് ഗവൺമെൻറ്റിൽ പോയിട്ട് അവർ വിളിക്കുന്ന സമയത്ത് നമ്മൾ ചെല്ലുക, സ്കാനിങ്ങോ എന്താ കാര്യം വെച്ചാൽ മാമോഗ്രാമൊക്കെ എടുത്തിട്ട് പോരുക. പിന്നെ അവർ വേറെ ഡേറ്റ് തരും, അപ്പോൾ പോയിട്ട് റിസൾട്ട് വാങ്ങാൻ ഡോക്ടറെ കാണിക്കുക. അപ്പോൾ എത്രയും മാസം വൈകും. അപ്പോൾ അതൊരു ടെൻഷൻ കാരണം ഞങ്ങൾ അന്നത്തെ ആ ഒരു പിന്നെ സംഭവങ്ങളൊക്കെ അങ്ങനെയൊക്കെ പൈസ ഒപ്പിച്ചിട്ട് കാര്യങ്ങൾ ചെയ്തു. അപ്പോൾ അൽഹംദുലില്ലാ കുഴപ്പമൊന്നുമില്ല. 3 മാസം കൂടുമ്പോൾ ഒന്ന് ടെസ്റ്റ് ചെയ്യണം നന്നായിരിക്കും എന്ന് പറഞ്ഞു. പക്ഷേ അങ്ങനെ ഞങ്ങൾക്ക് മുന്നേ 3 മാസം മുമ്പ് ടെസ്റ്റ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ പോയി ടെസ്റ്റ് ചെയ്തു. അപ്പോൾ കുഴപ്പമൊന്നുമില്ല, 3 മാസം കൂടുമ്പോൾ ടെസ്റ്റ് പോയി ചെയ്യണമെന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്നുള്ളൂ. ചെയ്തിട്ടുണ്ടായിരുന്നില്ല, ചെയ്യാൻ പറ്റിയിട്ടുണ്ടായില്ല. അപ്പോൾ ഞാൻ എപ്പോഴൊക്കെ എൻ്റെ മനസ്സിലെന്താണെന്നറിയോ, വലിയ രോഗങ്ങളൊന്നും ആവാതിരിക്കട്ടെ, ആ ദുആ പ്രാർത്ഥനയുണ്ട്, മക്കളെ പഠിപ്പ്. അപ്പോൾ ആ സമയത്ത് ഞാൻ മോനോട് മോനെ ഇപ്പോൾ പെട്ടെന്ന് നമുക്ക് ഇത്ര ലക്ഷം ഇത്ര ആയിരങ്ങൾ പറഞ്ഞാൽ കഴിയില്ല, നമുക്ക് ഇൻഷാ അല്ലാഹ് ഒരു വർഷം സ്വാഭാവികമായിട്ട് എൻ്റെ ഇടത്തിലെ മോനതും എൻ്റെ മൂത്ത മോനതൊക്കെ പോയതാണ് ഒരു ക്ലാസ്. എങ്ങനെ നീറ്റിൻ്റെ എക്സാം പഠിക്കാനൊക്കെ വേണ്ടിയിട്ട് എക്സാമിൻ്റെ ഒക്കെ സമയത്ത് ഒരു വർഷം അവർക്ക് മിസ്സായതാണ്. അതുപോലെ എൻ്റെ മിസ്സായെന്ന് വിചാരിച്ചാൽ മതി, നിങ്ങൾ പോരെ. അടുത്ത ജൂണിൽ, അതായത് ഇനി വരുന്ന ജൂണിൽ പഠനം തുടരാം. അപ്പോൾ നമുക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യാം. ഇപ്പോൾ പോരി എന്ന് പറഞ്ഞിട്ട് അവനോട് വിളിച്ച് വരുത്തിയതാണ് കേട്ടോ. അവൻ ഇപ്പോൾ വീട്ടിലുണ്ട്. അത് കരുതിയിട്ട് മകനെ പഠിപ്പിക്കാതിരിക്കൂല ഞാൻ. അപ്പോൾ സ്വന്തമായിട്ടൊരു വീടുമില്ല, മക്കളെ പഠിപ്പും നടക്കണില്ല, എൻ്റെ ചികിത്സയും നടക്കണില്ല. അപ്പോൾ എന്ത് ചെയ്യും റബ്ബേ, പുറത്ത് പണിക്ക് പോകാനും വയ്യാത്തൊരവസ്ഥ. ചെറുതിനെ സ്കൂളിൽ പോലും ചേർത്തിയിട്ടില്ല. അങ്ങനെ ഒരുപാട് പ്രയാസങ്ങൾ മാനസികമായിട്ടുണ്ട്. അപ്പോൾ എനിക്ക് ആ യൂട്യൂബ് ചാനലുകൊണ്ട് എന്തായാലും നടക്കില്ല, അതൊരു കാര്യമല്ല, എനിക്ക് മുഖം കാണിക്കാമെന്ന് വയ്യ. അങ്ങനെ വിചാരിച്ച് ഒരു 5-6 മാസം അങ്ങനെ പോയി. പിന്നെ എനിക്ക് തോന്നി ലാസ്റ്റ് നവംബർ 27 ഇതുപോലെ ടെൻഷൻ അടിച്ച്, എനിക്ക് സ്വഭാവമുണ്ട്, എന്തെങ്കിലും വിഷമം വന്നു കഴിഞ്ഞാൽ ഇരുട്ടത്ത് പോയിരിക്കുക, അതൊക്കെയാണ് എൻ്റെ സ്വഭാവം. അപ്പോൾ അങ്ങനെ ഇങ്ങനെ ആലോചിച്ചപ്പോൾ എനിക്ക് തോന്നി ഒരു ചാനലും കൂടി തുടങ്ങിയാലോ എന്ന് വിചാരിച്ചു. ഫേസ് ഇട്ടുകൊണ്ട് തുടങ്ങിയാൽ എന്താവും അവസ്ഥ എന്നറിയില്ല വിചാരിച്ചിട്ട് 2 റകഅത്ത് സുന്നത്തൊക്കെ നിസ്കരിച്ചിട്ട് തെറ്റാണെങ്കിൽ ഇന്നെ അതിന് പിന്തിരിപ്പിക്കുക. അതല്ല അള്ളാഹു അതിന് റഹ്മത്തും ബർക്കത്തും തരുന്നുണ്ടെങ്കിൽ എനിക്കത് ചെയ്യാൻ തോന്നട്ടെ എന്ന് പറഞ്ഞിട്ട് ഞാനതിൽ ഫസ്റ്റ് 2024 നവംബർ 27 ഞാനതിൽ ഒരു വീഡിയോ ഇട്ടു. എല്ലാവരും എൻ്റെ പേര് ഇങ്ങനെ എന്നതാണ്, എന്നെ സ്ഥലത്താണെന്നൊക്കെ പറഞ്ഞൊരു വീഡിയോ ഇട്ടു. നിങ്ങൾ കണ്ടിട്ടുണ്ടാകും പല ആളുകളും. മാഷാ അള്ളാഹ്, എൻ്റെ 2.5 വർഷം ഞാൻ നടത്തിയ ചാനലിനേക്കാട്ടിലും വ്യൂസ് ഒറ്റയടിക്കട് കയറി. ഒറ്റയടിക്ക് 2000 സബ്സ്ക്രൈബ്സ് വന്നു. ഇതുപോയി. പിന്നെ നവംബർ 27 തുടങ്ങിയ സാധനം ഡിസംബർ 27 ആകുമ്പോൾ മാഷാ അള്ളാഹ് അൽഹംദുലില്ലാഹ് മോണിറ്റൈസേഷനായി. 1 ജനുവരി 2025 ജനുവരി 1 മോണിറ്റൈസേഷനായി, എല്ലാം ക്ലിയറായി. 4000 മണിക്കൂറൊക്കെ ഡിസംബർ 27 4000 മണിക്കൂറായി. ജനുവരി 25 1 അതായത് ഈ വർഷം ജനുവരി 1 മോണിറ്റൈസേഷനായി, എല്ലാം സക്സസ്സായി അൽഹംദുലില്ലാഹ്. അപ്പോൾ നമുക്ക് എന്താ മനസ്സിലാക്കേണ്ടത്, അള്ളാഹ്ക്ക് 2 റകഅത്ത് സുന്നത്ത് നിസ്കരിച്ച് ഞാൻ തുടങ്ങിയൊരു സാധനമാണ്. അത് റഹ്മത്തുണ്ടോ ഇല്ലയോ എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാം. അപ്പോൾ പല ആളുകൾക്കും ഞാനായിട്ട് നന്നായി പോകുമോ, ഇനിയിപ്പോൾ ഈ വീഡിയോ വന്ന് ഞാൻ രക്ഷപ്പെട്ടു പോകുമോ, ഇനിയിപ്പോൾ മക്കളൊക്കെ പഠിച്ച് വലിയ നിലയിലേക്ക് എത്തുമോ, വല്ല ഡോക്ടറോ എഞ്ചിനീയറോ വക്കീലൊക്കെ ആയി പോകുമോ എന്നുള്ള വീഡിയോയൊക്കെയാണ് തോന്നുന്നത്. എന്താണെന്നറിയില്ല. നമുക്ക് വലിയ ആഗ്രഹങ്ങളൊന്നുമില്ല. എന്നാൽ പിന്നെ എല്ലാവരെയും പോലെ എൻ്റെ മക്കളും ഒരു നോർമലായിട്ടെങ്കിലും നമുക്ക് ഹൈ ലെവലും വേണ്ട, പറ്റ ലോവും ആകരുത്, ഒരു മീഡിയം ലെവലിൽ ഇങ്ങനെ പോയി ജീവിക്കാനേ ആഗ്രഹമുള്ളൂ കേട്ടോ. അങ്ങനെ ജീവിച്ച് കിട്ടിയാൽ മതി, അങ്ങനെ തട്ടിമുട്ടിയൊക്കെ പോയി കിട്ടിയാൽ മതി. പക്ഷെ ഒരാളെ മുന്നിൽ കൈ നീട്ടുന്ന ഒരവസ്ഥ വരുത്തരുതേ എന്ന് മാത്രമാണ് പ്രാർത്ഥന. അന്ന് ഞാൻ വിചാരിച്ചാണ്, എൻ്റെ പണ്ടേ ഉള്ളൊരു ആഗ്രഹമാണ് പാവപ്പെട്ടവർക്ക് ഫുഡെങ്കിലും കൊണ്ടേ കൊടുക്കാൻ പറ്റണം. നമ്മളെക്കൊണ്ട് ഒരുപാട് പൈസയും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ വീടൊക്കെ വെച്ച് കൊടുക്കാമായിരുന്നു. പക്ഷേ നമുക്ക് തന്നെ വീടും സ്ഥലമില്ലാത്ത നമ്മൾ പിന്നെ വീട് വെച്ച് കൊടുക്കാനും ഇതിനൊന്നും ആർക്കും വാഗ്ദാനം കൊടുക്കാൻ പറ്റില്ല. പക്ഷേ ഭക്ഷണം കൊടുക്കാൻ നമ്മളെക്കൊണ്ട് പറ്റും. അപ്പം ഞാൻ അത് കൊടുക്കണം എന്ന് വിചാരിച്ചു. പക്ഷേ അതിന് എനിക്ക് ഇവരാരെങ്കിലും ആണുങ്ങളാരെങ്കിലും സഹായം വേണം. കാരണം വെച്ചാൽ ഇത് കൊണ്ടേ കൊടുക്കാനും വാങ്ങാനൊക്കെ. അപ്പം മോനൊക്കെ ഒരു സമയമുള്ള സമയത്ത് ടൈം എപ്പോഴാണെന്ന് വെച്ചാൽ അത് നോക്കിയിട്ട് ചെയ്യണം എന്ന് ഞാൻ വിചാരിക്കുന്നുണ്ട് ഇൻഷാ അല്ലാഹ്. പിന്നെ ആ ഒരു കാര്യം പറഞ്ഞപ്പോൾ എന്നോട് ചിലർ ചോദിച്ചിരുന്നു ഞങ്ങളും സഹായിക്കാമെന്ന് പറഞ്ഞു. പക്ഷേ അങ്ങനെ ഞാൻ ആ സഹോദരിയാണെങ്കിലും സഹോദരനാണെങ്കിലും ഒരുപാട് നന്ദി. നിങ്ങളെ കൺവെട്ടത്ത് കണ്ട ആൾക്കാർക്ക് കൊടുത്തോളൂ. ചിലവിന് ഭക്ഷണം എന്താ വെച്ചാൽ നിങ്ങൾ കൊടുക്കുക. നിങ്ങളെ കൊണ്ട് പറ്റുന്നത് ഒരു ചോറ് കൊടുക്കാൻ പറ്റണമെങ്കിൽ അത് നിങ്ങൾ കൊടുക്കുക. പക്ഷേ ആരും എൻ്റെ അടുത്ത് പൈസ അയച്ച് തന്നിട്ട് അങ്ങനെ വേണ്ട. ഞാൻ പറയാം, ഞാൻ എൻ്റെ അടുത്തുള്ളത് എന്തെങ്കിലും ഉണ്ടോ അത് കൊടുക്കാമെന്നാണ് വിചാരിച്ചിട്ടുള്ളത്. വേറുള്ളവരത് വാങ്ങിയാണ്ട് കൊടുത്താൽ അത് പിന്നെ ചാരിറ്റിയാവും, പിന്നെ അതിന് പേരുദോഷമാവും, പിന്നെ ഞാൻ പൈസ തട്ടിച്ചു അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു നെഗറ്റീവ് ആവും. അപ്പോൾ അതിനോട് താല്പര്യമില്ല. ഞാൻ എൻ്റെ അടുത്ത് ഉണ്ടെങ്കിൽ ഞാൻ കഴിക്കുന്നതിന് ഒരു ഓഹരി അവർക്ക് കൊടുക്കാമെന്നാണ് വിചാരിച്ചത്. ഒരുപാടുണ്ടായിട്ടൊന്നല്ല കേട്ടോ. അപ്പോൾ അങ്ങനെ ഒരു ആഗ്രഹം എനിക്കുണ്ട്. ആ ആഗ്രഹം പഠിച്ചവൻ എത്രയും പെട്ടെന്ന് സാധിച്ചു തരട്ടെ. ഞാൻ കാരണം ആരെങ്കിലും ഒരു നേരത്തെ വയറ് നിറയണമെങ്കിൽ അതെനിക്ക് വലിയൊരാഗ്രഹം തന്നെയാണ്. അപ്പോൾ അതൊക്കെ ഞാൻ യൂട്യൂബിൽ കാണിക്കണമെന്നും നമ്മൾ കാരണം ആർക്കെങ്കിലും ഒരു പ്രചോദനം ആവുകയാണെന്നുണ്ടെങ്കിൽ അത് ഒരുപാട് ഉപകാരമാണല്ലോ. അപ്പോൾ അതും ചെയ്യണമെന്നൊക്കെ ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഇടയിലാണ് കുറേ ആളുകൾക്ക് ചൊറി വരുന്നുണ്ട്, ഭയങ്കര ചൊറിച്ചിലാണ്.
അപ്പോൾ നമ്മൾ കാരണം അപ്പോൾ അവർക്കതൊരു വിഷമം, അവർക്കൊരു പ്രഷർ കയറുക. അപ്പം ഞാൻ ഈ യൂട്യൂബ് ചാനൽ തുടങ്ങിക്കഴിഞ്ഞിട്ട് ചില ആളുകൾക്ക് കേട്ടോ സഹോദരങ്ങളെ, ഒരിക്കലും നല്ല മനുഷ്യന്മാർക്കല്ല കേട്ടോ, മനുഷ്യത്വമില്ലാത്ത കുറച്ച് ആളുകളുണ്ടാവും. മനുഷ്യത്വം ഉണ്ടാവില്ല. ഞാനും എൻ്റെ മക്കളും മാത്രം നന്നായാൽ മതി, അവളുകളെ മക്കളും നന്നാവണ്ട, അല്ലെങ്കിൽ അവർ നല്ല രീതിയിൽ ജീവിക്കാൻ പാടില്ല, അവൾക്കൊരു യൂട്യൂബ് ചാനൽ, അതൊന്നും ശരിയാവില്ല, അതൊക്കെ എന്താണ്, അതൊക്കെ മോശമാണ്, അതൊക്കെ പടച്ചോനെ പൊറുക്കാത്ത കാര്യമാണ്. ഞാൻ പടച്ചോനോട് ഇബാദത്ത് ചെയ്തിട്ട് തന്നെയാണ് ഞാൻ ഓരോ കാര്യങ്ങൾ ഞാൻ ചെയ്യുന്നത്. എന്തെങ്കിലും ഞാൻ വേണ്ടാത്ത ചെയ്യണമെങ്കിൽ അതിനെ പിന്തിരിപ്പിക്കണേ എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ ചെയ്തിട്ടുള്ളത്. അല്ലാതെ എനിക്ക് നിങ്ങളിപ്പോൾ എത്രയും ആളുകൾ കണ്ടിട്ട് എൻ്റെ വീഡിയോസിൽ ആരെങ്കിലും വേദനിപ്പിക്കണേ എന്തെങ്കിലും വീഡിയോസോ അല്ലെങ്കിൽ ആരെങ്കിലും നെഗറ്റീവ് പറഞ്ഞിട്ടുള്ളത് എന്തെങ്കിലും ഞാൻ ചെയ്തു. ഞാൻ പുറത്തുള്ള ഒരൊറ്റ വീഡിയോ ചെയ്തോളൂ, മസ്ര ഫാത്തിമാൻ്റെ വീഡിയോ. അവർക്ക് എന്തെങ്കിലും കൊടുക്കണം എന്ന് പറഞ്ഞിട്ടാണ്, അല്ലാതെ അവരെ നെഗറ്റീവ് പറഞ്ഞിട്ടോ അല്ലെങ്കിൽ അവളെ മക്കളെയും തകർത്തിയിട്ടോ അല്ല. അവളും ഞാൻ ഇപ്പോഴും ബന്ധമുണ്ട്, അവർ ഞങ്ങൾ വിളിക്കുന്നുണ്ട്, സംസാരിക്കുന്നുണ്ട്, അതിലൊരു പരാതിയില്ല. അവൾക്ക് നല്ലത് ചെയ്ത് കൊടുക്കണ ആൾക്കാരെ എന്ന് പറഞ്ഞിട്ടാണ്. കാരണം നമ്മളിൽ നിന്നൊരു 10 ആളെങ്കിലും അത് കണ്ടിട്ട് ഒരാളെങ്കിലും അവൾക്ക് മക്കൾക്ക് എന്തെങ്കിലും അയച്ചു കൊടുത്താൽ അതിൻ്റെ ഒരു പുണ്യം നമുക്ക് കൂടി പടച്ചോൻ തരുമല്ലോ. അപ്പോൾ തമ്പനയിൽ പറഞ്ഞ പോലെ തന്നെ ഇനിയിപ്പോൾ അത് ഞാൻ ചാനൽ നിർത്തുകയാണ്. ഇനിയിപ്പോൾ വേറെയുള്ളവർക്ക് അത് കണ്ടിട്ട് അല്ലെങ്കിൽ അവരെ കുടുംബക്കാർക്ക് കണ്ടിട്ട് നാണക്കേടായി, അല്ലെങ്കിൽ അവർക്ക് സങ്കടമായി, അവർക്ക് വിഷമമായി, അല്ലെങ്കിൽ അവർക്ക് എന്തോ കുറച്ചിലായി അങ്ങനെയൊക്കെ പറയണവരുണ്ടെങ്കിൽ അവരോടാണ് കേട്ടോ ഇനി പറയണത്. കാരണം നിങ്ങൾ മാത്രം സന്തോഷമായിട്ട് ജീവിച്ചാൽ മതി. ഞാൻ എൻ്റെ മക്കൾ ഇങ്ങനെ തെണ്ടിക്കോളാം, കുഴപ്പമൊന്നുമില്ല. അപ്പോൾ എനിക്കിപ്പോൾ ഒരു ഇതിൽ നിന്നാണല്ലോ ഇപ്പോൾ ഒരു വരുമാനമൊക്കെ കിട്ടി തുടങ്ങണത്. അപ്പോൾ അത് ഞാൻ നിർത്താൻ തയ്യാറാണ്. അപ്പോൾ ഞാനും എൻ്റെ മക്കളും ഇനിയിപ്പോൾ ഈ യൂട്യൂബ് ചാനലായിട്ട് രക്ഷപ്പെടുക എന്നുള്ള പേടിയുള്ള ആളുകൾ, അല്ലെങ്കിൽ അവർക്ക് എന്തെങ്കിലും ദോഷം ഉണ്ടെന്ന് തോന്നുക, അവർക്ക് എന്ത് ദോഷമാണെന്ന് അള്ളാഹുവാലും ഒരു ദോഷം ആർക്കും ഞാൻ വെക്കുന്നില്ല. ഞാൻ എൻ്റെ മക്കൾ ഇത് മാത്രമാണ് എൻ്റെ മനസ്സിലുള്ളൂ. ആ ഒരു ലക്ഷ്യം മാത്രമേ ഉള്ളൂ. മരിക്കണേൻ്റെ മുന്നേ എൻ്റെ മക്കൾക്ക് ഒരു കിടപ്പാടാക്കി കൊടുക്കണം എന്നുള്ളതും അവരെ നല്ല രീതിയിൽ പഠിപ്പിക്കണം എന്നുള്ളതും അത് മാത്രമേ ലക്ഷ്യമുള്ളൂ. അല്ലാതെ ഒരാളെ ദ്രോഹിക്കണമെന്നോ അല്ലെങ്കിൽ മറ്റുള്ളവരെ ഒരു ഇതും എൻ്റെ മനസ്സിലില്ല. ഞാനിപ്പോൾ ഒരു ശത്രുത ആരോടും എനിക്കില്ല. ഒരാളെ നെഗറ്റീവ് ഞാനിവിടെ പറയാറില്ല. ഞാൻ എൻ്റെ കാര്യങ്ങൾ മാത്രം പറഞ്ഞിട്ടുള്ളൊരു വീഡിയോ ആണ്. എൻ്റെ വീഡിയോസ് സപ്പോർട്ട് ചെയ്യുന്ന ആളുകൾക്ക് സഹോദരന്മാർ ഒരുപാട് പെണ്ണുങ്ങളുണ്ട്, ആണുങ്ങളുണ്ട്. അപ്പോൾ എന്നെ സപ്പോർട്ട് ചെയ്യണ ഒരുപാട് സഹോദരങ്ങളുണ്ട്. അവരോടല്ല കേട്ടോ ഞാനിത് പറയണത്. ഞാൻ വീണ്ടും പറയണം, അവരോടല്ല ഞാനീ പറയുന്നത്. എന്നെ സപ്പോർട്ട് ചെയ്യണമെന്നൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല. അവരോട് സപ്പോർട്ട് ചെയ്യാത്ത എൻ്റെ ശത്രുക്കളുണ്ട്. എൻ്റെ അതായത് നമ്മളെ കൂടെ നിന്നിട്ടുണ്ടല്ലോ ചീറ്റ് ചെയ്യുന്ന ആൾക്കാരുണ്ടല്ലോ അവർ. പിന്നെ അതുപോലെ നമ്മളെ ആൾക്കാരാണ് തോന്നിപ്പിച്ചിട്ട് നമ്മളെ അവോയ്ഡ് ചെയ്ത് ഒറ്റപ്പെടുത്തണം. ഇതൊന്നും അറിയില്ല എന്ന് കരുതിയിട്ട് പൊട്ടത്തിയാണ് ഞാനെന്ന് വിചാരിക്കരുത്. എല്ലാം എനിക്ക് മനസ്സിലാവുന്നുണ്ട്. പിന്നെ പ്രശ്നത്തിനും ഇതിനും പോകേണ്ടത് വിചാരിച്ചു. അഥവാ പ്രശ്നം ഉണ്ടായിക്കഴിഞ്ഞാൽ അത് ലാസ്റ്റ് പ്രശ്നമായിരിക്കും. അതുകൊണ്ടാണ് ഞാൻ മാക്സിമം ഞാൻ മിണ്ടാതെ നിൽക്കുന്നത്. ഞാൻ പൊട്ടത്തിയാണ് വിചാരിക്കണ്ട. അപ്പോൾ എൻ്റെ മക്കളെ കാര്യം, എൻ്റെ വീട്, അതൊക്കെ ഞാൻ തന്നെ നോക്കണം എന്ന് എനിക്കൊരു ആഗ്രഹമുണ്ട്. ഒരാളെ മുന്നിൽ കൈ നീട്ടാതെ എനിക്ക് നോക്കണം എന്ന് എനിക്ക് ആഗ്രഹം ഉള്ളത് കൊണ്ട് കൂടിയാണ് ഞാൻ ഈ യൂട്യൂബ് ചാനൽ തുടങ്ങിയത്. അപ്പോൾ ഞാൻ കാരണം മറ്റുള്ളവർക്ക് ഇതൊരു വിഷമമാണ്, അല്ലെങ്കിൽ സങ്കടമാണെങ്കിൽ, അല്ലെങ്കിൽ അവൾ വിഷമിച്ചാലോ, അല്ലെങ്കിൽ എനിക്ക് വിഷമമായി പോയാലോ, അല്ലെങ്കിൽ നാണക്കേടായാലോ, അല്ലെങ്കിൽ ഇവളെങ്ങാനും നന്നായി പോയാലോ, ഓളോളം മക്കളും രക്ഷപ്പെട്ടു പോയാലോ, ഇങ്ങനെയുള്ള ചിന്തിക്കുന്ന ആൾക്കാരുണ്ടല്ലോ, നിങ്ങൾ ഇനിയിപ്പോൾ എൻ്റെ ചാനൽ കാരണം നാണം കിടണ്ട. അതേപോലെ തന്നെ നിങ്ങൾക്കൊരു വിഷമം വരണ്ട. വെയിലാണ് ഇവിടെ. നിങ്ങൾക്കൊരു വിഷമം വരണ്ട. നിങ്ങൾക്ക് ഇനി ഇത് കണ്ടിട്ട് ഇനി പ്രഷർ BP കയറിയാണ്ട് അറ്റാക്ക് ഒന്ന് മരിച്ചു പോകണ്ട. അതുകൊണ്ട് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഞാൻ എൻ്റെ ഈ യൂട്യൂബ് ചാനൽ ഈ 27 ദിവസം കൊണ്ട് മോണിറ്റൈസേഷനായ എൻ്റെ ഈ നല്ലൊരു ചാനൽ ഞാൻ ഒഴിവാക്കി പോകുമെന്ന് നിങ്ങൾ വിചാരിക്കണ്ട. മനസ്സിലായി? നിങ്ങളെ കാര്യം നോക്കുക, ഞാൻ എൻ്റെ കാര്യം നോക്കിക്കോളാം. ഞാൻ നിങ്ങളെ കുറ്റം പറയാനോ നല്ലത് പറയാനോ ഞാൻ നിങ്ങളെ ലൈവിൽ കുറ്റം പറയാനോ ഞാൻ വന്നിട്ടില്ല. ഞാൻ നിങ്ങളെ വീട്ടിലും ഒരു നേരത്തിന് വന്നിട്ടില്ല. ഇനി അഥവാ ഞാൻ വരുന്നുണ്ടെങ്കിൽ ഞാൻ പിന്നെ അവിടെ നിന്ന് ഇറങ്ങൂല. അതൊന്ന് മനസ്സിലാക്കുക. ഞാൻ ഒരാളെ ഗുണത്തിനും പോലില്ല, ദോഷത്തിനും പോലില്ല. റബിന് എന്താണോ എന്നുള്ളത് റബിനാക്ക് നന്നായിട്ട് അറിയാം. ഞാൻ ഒരാളെ ഒരു സ്വത്തിനോ മുതലിനോ അല്ലെങ്കിൽ ഒരു നേരം ഇവിടെ കിടക്കണം പറഞ്ഞിട്ട് ഞാൻ എവിടെയും ഞാൻ ചെന്നിട്ടില്ല. ഞാൻ വാടകയ്ക്കാണെങ്കിലും അന്തസ്സായിട്ടാണ് ഞാൻ ജീവിക്കുന്നത്. അപ്പോൾ ഭക്ഷണം ആരുടെയിലൊക്കെ കഴിച്ചിട്ടുണ്ടാവാം, പക്ഷേ ഒരാളെ മുതൽ പൈസ ഞാൻ പറ്റിച്ചിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് എനിക്ക് ആ പേടിയില്ല. ഇനി അഥവാ നിങ്ങളാരെങ്കിലും സ്വത്തോ എന്തെങ്കിലും ഞാൻ കൈക്കലാക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ പോയി കേസ് കൊടുക്കും. പിന്നെ നിങ്ങൾക്ക് ഈ യൂട്യൂബ് ചാനൽ കാരണം നിങ്ങൾക്ക് എന്തെങ്കിലും ദോഷം ഉണ്ടെങ്കിൽ പോയിട്ട് കേസ് കൊടുക്കാം. കാരണം അവളൊരു യൂട്യൂബ് ചാനൽ തുടങ്ങി, എന്നിട്ട് അതിന് വരുമാനം എന്തെങ്കിലും കിട്ടിയിട്ട് അവളെ കുട്ടികളെങ്ങനെ രക്ഷപ്പെട്ടാലോ, അല്ലെങ്കിൽ അവളെ ഇങ്ങനെ ചികിത്സയൊക്കെ നടത്തി, അല്ലെങ്കിൽ അവളെ വാടക കൊടുത്ത്, അല്ലെങ്കിൽ ഒരു വീടൊക്കെ വാങ്ങിയാലോ, ആ പേടി ഉണ്ട് ഞങ്ങൾക്ക്. അതുകൊണ്ട് ഇത് ഒഴിവാക്കണം എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ പോയിട്ട് കേസ് കൊടുക്കും. അപ്പോൾ ഞാൻ കേസ് നടത്താൻ ഞാൻ തയ്യാറാണ്. മനസ്സിലായില്ലേ? അല്ലാതെ നിങ്ങളെ വീട്ടുകാർക്കും ഞാൻ വരലില്ല. ഈ വരുന്നുണ്ട് വന്നാൽ അഥവാ എന്നെ അവിടെ വരുത്തിയാൽ ഞാൻ അവിടെ നിന്ന് ഇറങ്ങൂല. അത് മനസ്സിലാക്കുക. ഞാനൊരു മനുഷ്യനോട് ഗുണത്തിനും പോകില്ല, ദോഷത്തിനും പോകാതെ ഞാൻ മര്യാദക്കാണ് പോകുന്നത്. എൻ്റെ പെറ്റമ്മാൻ്റെ അടുത്ത് തന്നെ 2-3 മാസം മുമ്പ് 4 ദിവസം നിന്ന് പോരുന്ന ആളാണ് ഞാൻ. എവിടെയും ഞാൻ ഒരാളെ പറയിപ്പിക്കാൻ എവിടെയും ഞാൻ പോകാറില്ല. ആർക്കൊരു മുഷിച്ചിലുണ്ടാവാൻ ഞാൻ വരുത്താറില്ല. ഞാനും എൻ്റെ മക്കളും വരുത്താറില്ല. എൻ്റെ മക്കളെ പോലും ഞാൻ എവിടെയും വിടാറില്ല. അപ്പോൾ ആർക്കെങ്കിലും ദോഷം ഉണ്ടെങ്കിൽ ഇതിൽ നല്ല മനുഷ്യന്മാർ ഒരുപാടുണ്ട്. അല്ലാത്തവർ ഒളിഞ്ഞു നോക്കുന്നവർ ഒരുപാടുണ്ട്. ഞാൻ ലൈവ് ഇടുമ്പോഴൊക്കെ ഞാൻ പറയാറുണ്ട്, ഒളിഞ്ഞു നോക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. അതിൽ ലൈക്കോ കമൻറ്റോ ആരും വരില്ല. പക്ഷെ നമുക്ക് ആ ഒളിഞ്ഞു നോട്ടം നമുക്ക് കാര്യമാണ്. ഇട്ടോളി, കുഴപ്പമില്ല.
ഞാനേ വെയിലായപ്പോൾ ഒന്നുകൊണ്ട് ഇറങ്ങി നിന്നതാണ്, ക്ഷമിക്കണം കേട്ടോ. അകത്തിരുന്ന് വീഡിയോ ചെയ്ത് കഴിഞ്ഞാൽ മൂളച്ചുണ്ടാക്കി അതും പ്രൈവസി കുറവാണ്. അതുകൊണ്ടാണ്. മീൻകാരൻ്റെ സൗണ്ടും ഉണ്ട്, കാക്കച്ചിയാളെ സൗണ്ടുണ്ട്, നല്ല ബുദ്ധിമുട്ടുണ്ട് എന്നറിയാം, ക്ഷമിക്കുക. അപ്പോൾ എനിക്ക് എൻ്റെ നല്ല സബ്സ്ക്രൈബ്സിനോടും നല്ല സപ്പോർട്ട് ചെയ്യണ കുറേ സഹോദരന്മാർ എനിക്കുണ്ട്. അവരോട് എനിക്ക് ഒരുപാട് നന്ദി. എന്നെ ഇനിയും സപ്പോർട്ട് ചെയ്യണം തന്നെ ഞാൻ പറയുള്ളൂ. പിന്നെ ഓലപ്പാമ്പ് കണ്ട് പേടിച്ച് ഓടുന്ന ആളല്ല ഞാൻ മാക്സിമം ഇത്രയും കാലം ഞാൻ ഓടി എന്ത് ചെയ്യും എന്നറിയാതെ ഞാൻ സത്യം പറയട്ടെ ആർക്കോ വേണ്ടി ജീവിച്ച ഒരാളാണ്. എൻ്റെ മക്കള് അങ്ങനെ എൻ്റെ മക്കൾക്ക് വേണ്ടിയിട്ട് ഒന്നും ഉണ്ടാക്കാനോ അല്ല ഒന്നിനും പറ്റാത്ത സാഹചര്യം, കാല് കെട്ടിയിടൂലേ എന്ന പോലുള്ളൊരവസ്ഥയായിരുന്നു. ഇപ്പം എനിക്ക് അള്ളാഹു ആകാശത്തുനിന്ന് ഇറക്കി വിട്ട ഒരു കാച്ചിത്തുരുമ്പാണ്. ആ കാച്ചിത്തുരുമ്പിൽ ഞാൻ പിടിച്ച് കയറും, മാക്സിമം ഞാൻ ശ്രമിക്കും. പിന്നെ എന്നെ തളർത്താൻ ഒരാൾ വിചാരിച്ചാൽ നടക്കൂല, അത് അള്ളാഹു തന്നെ വിചാരിച്ചാലേ നടക്കുള്ളൂ. അള്ളാഹു എന്നെ തളർത്താനാണ് വിചാരിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതിലൊരു നന്മ ഉണ്ടാവും എന്ന് ഞാനത് വിചാരിക്കും. കാരണം ഏറ്റവും കൂടുതൽ പരീക്ഷണം റസൂലിനാണ് ഏറ്റിട്ടുള്ളത്. അപ്പോൾ അള്ളാഹു റസൂലിനെ ഇഷ്ടപ്പെടാഞ്ഞിട്ടല്ലല്ലോ അത്. അതുപോലെ തന്നെ നമുക്ക് എന്തെങ്കിലും പരീക്ഷണങ്ങളും ബുദ്ധിമുട്ടുകളും തരണമെങ്കിൽ അതും നല്ലത്. പിന്നെ ഒരുപാട് കോടീശ്വരി ആവണം അങ്ങനെയുള്ള സ്വപ്നങ്ങളൊന്നും എനിക്കില്ല. എനിക്ക് എൻ്റെ മക്കളെ പഠിപ്പ് കഴിഞ്ഞ് പോകണം, എനിക്ക് സ്വന്തമായിട്ടൊരു 2 സെൻറ്റിമെങ്കിലും ഒരു വീട് വേണം. നമ്മളെ കാര്യങ്ങൾക്ക് ഒരാളെ മുന്നിൽ കൈ നീട്ടാതെ എനിക്ക് എൻ്റെ 4 മക്കളെ നോക്കാൻ കഴിയണം, അത്രയും ഞാൻ ആഗ്രഹിച്ചിട്ടുള്ളൂ. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇതിൽ വന്നത്. കിട്ടുമോ ഇല്ലയോ എന്നൊന്നും അറിയില്ല. യൂട്യൂബിൽ ഇപ്പോൾ 100 പേര് യൂട്യൂബ് നടത്തുന്നുണ്ടെങ്കിൽ അതിൽ വെറും 5% ആളുകളെ പൈസ ഉണ്ടാക്കുന്നുള്ളൂ. ബാക്കിയുള്ളവർക്കൊക്കെ കഷ്ടപ്പാട് തന്നെയാണ്, ആർക്കും കിട്ടുന്നില്ല മാക്സിമം. അല്ല അതിനുള്ള സാമർത്ഥ്യം ഉണ്ടാവില്ല, അല്ലെങ്കിൽ വീഡിയോസ് ആരും കാണില്ല, വ്യൂസ് കുറവ്, സബ്സ്ക്രൈബ്സ് കുറവ്, വാച്ച് അവർ പോലും 2-3 വർഷമായിട്ട് വാച്ച് അവർ പോലും ആകാത്തവരുണ്ട്. ആ സ്ഥാനത്ത് എനിക്ക് 27 ദിവസം കൊണ്ട് വാച്ച് അവറും എല്ലാം സെറ്റായി ജനുവരി 1-ാം തീയതി ആ സന്തോഷ വാർത്ത കേൾക്കാൻ ഇടയായത് അത് അള്ളാഹുവിൻ്റെ റഹ്മത്തായിട്ട് തന്നെ ഞാൻ കാണുന്നുള്ളൂ. പിന്നെ നിങ്ങൾ വിഷമിക്കുമല്ലോ, അല്ലെങ്കിൽ വേറെല്ലോലും വിഷമിക്കുമല്ലോ, പിന്നെ അവർക്ക് എന്തെങ്കിലും വിഷമം തോന്നിയാലോ, അവർക്ക് അറ്റാക്ക് വന്നാലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ എൻ്റെ ചാനൽ ഒഴിവാക്കേണ്ട ഒരു കാര്യമില്ല. കാരണം ഈ പറഞ്ഞ ആളുകളൊന്നും ഇന്ന ഒരു നേരത്തിനെന്ന് പറഞ്ഞ് കൊണ്ടു തന്നിട്ടില്ല, മനസ്സിലായില്ലേ. പിന്നെ ഓരോ കടമകൾക്ക് വേണ്ടിയിട്ട് ചിലരൊക്കെ എന്തൊക്കെ ചെയ്തിട്ടുണ്ടാവും, അതിന് ഒരുപാട് നന്ദി. അവർക്ക് അള്ളാഹു ദീർഘായുസ്സ് കൊടുക്കട്ടെ, അത്രേ ഉള്ളൂ. അല്ലാതെ ഞാനും മക്കളെ നന്നാവണം എന്ന് ഉദ്ദേശിച്ചിട്ട് എൻ്റെ ഒപ്പമുള്ള ആരും എന്നെ സഹായിച്ചിട്ടില്ല. എൻ്റെ മക്കൾ നല്ല നിലയിൽ എത്തണമെന്നോ അങ്ങനെയൊന്നും ആഗ്രഹിച്ചിട്ടില്ല. കാരണം വെച്ചാൽ എനിക്ക് എല്ലാ സത്യങ്ങളും ബോധ്യമായത് 2024 അത്രയും പൊട്ടത്തിയായിരുന്നു ഞാൻ, മനസ്സിലായ. അപ്പോൾ ആ 2024 എനിക്ക് മനസ്സിലായി ഒരു ചുക്കും നടക്കാൻ പോണില്ല എന്നുള്ളത്. അതുകൊണ്ട് ഞാൻ ഓട്ടോമാറ്റിക്കായിട്ട് ഞാൻ മാറിക്കൊണ്ടിരിക്കുകയാണ്, അള്ളാഹിനെ കൂട്ടുപിടിച്ചിട്ട് തന്നെ ഞാൻ മാറിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ഇന്നെ തളർത്താൻ ആരും ശ്രമിക്കേണ്ട, അള്ളാഹു അല്ലാതെ വേറൊരാൾക്ക് എന്നെ തളർത്താൻ കഴിയൂല. നമ്മളെല്ലാവരും അള്ളാഹുവിനെ വിശ്വസിക്കുന്ന ആൾക്കാരാണ് അല്ലേ. അപ്പം നമ്മൾ എന്തൊരു കാര്യം ചെയ്യുകയാണെങ്കിലും നമ്മൾ ഈ കാര്യം നല്ലതാണെങ്കിൽ നടക്കണേ, അല്ല ഈ ഒരു ഇത് എന്തെങ്കിലും മോശപ്പെട്ട എന്തെങ്കിലും രീതിയാണെങ്കിൽ അത് വേണ്ട, അതിന് എന്നെ പിന്തിരിപ്പിക്കണേ എന്നൊക്കെ പറഞ്ഞിട്ടാണ് നമ്മൾ എന്തൊരു കാര്യം ചെയ്യുകയാണെങ്കിലും ചെയ്യുക. അതുപോലെ തന്നെയാണ് ഞാൻ ഈ യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ട്. പിന്നെ എന്നെ കണ്ടിട്ട് കുരു പൊട്ടനോളിൽ അല്ലെങ്കിൽ ചൊറി വരുന്നവരെന്താ കുറച്ച് അപ്പുറത്ത് നിന്നിട്ട് മാന്തി ചൊറിയുക, അല്ലാതെ എൻ്റെ ജീവിതത്തിൽ വന്നിട്ട് ചൊറിയാൻ വരരുത്. അങ്ങനെ വരുന്നവർക്ക് ഒഴിഞ്ഞു പോകാം, അത്രേ പറയാനുള്ളൂ. പിന്നെ ഇനിയിപ്പോൾ ഏതെങ്കിലും തരത്തിൽ അവർക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ട്, അവർക്ക് ഏതെങ്കിലും എൻ്റെ യൂട്യൂബ് ചാനൽ കാരണം ആർക്കെങ്കിലും എന്തെങ്കിലും ബുദ്ധിമുട്ടുള്ളൊരു വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ടെങ്കിൽ ഞാൻ അത് ഡിലീറ്റ് ചെയ്യാൻ തയ്യാറാണ്. പിന്നെ ഒരു വീഡിയോ അങ്ങനത്തെ ഒരു വീഡിയോ എൻ്റെ മൊബൈലിൽ വരില്ല, അങ്ങനത്തെ ഒരാളെ ഫോട്ടോസോ വീഡിയോസോ ഒന്നും വരില്ല, മനസ്സിലായില്ലേ. അത് നമ്മളാളല്ലാന്ന് മനസ്സിലാക്കിയാൽ മതി, അത്രേ വേണ്ടുള്ളൂ. എൻ്റെ ആളുകൾ അല്ലെങ്കിൽ എൻ്റെ ആരെങ്കിലും ആണെങ്കിൽ എൻ്റെ യൂട്യൂബിൽ ആ ആളുകളെ ഞാൻ കാണിക്കുകയും ചെയ്യും, പറയുകയും ചെയ്യും. പിന്നെ എൻ്റെ മക്കളെ ഞാൻ ആദ്യം തന്നെ പറയാം, അവരങ്ങനെ ഒരു പാവം കുട്ടികളാണ്, അവരങ്ങനെ തകർന്ന് ജീവിച്ചൊരു മക്കളായതുകൊണ്ട് ഒരു സന്തോഷമില്ലാത്ത മക്കളെ പോലെയാണ് അവർ. കാരണം മാനസികമായിട്ട് എൻ്റെ വിഷമങ്ങൾ അവർ, കാരണം മാക്സിമം ഞാൻ കരയണത് എൻ്റെ കണ്ണീരോ ഞാൻ എൻ്റെ മക്കളെ കാണിക്കലില്ല. ഇരുട്ടത്തോ എവിടെയെങ്കിലുമൊക്കെ പോയിരുന്ന് എൻ്റെതൊക്കെ തീർത്തിട്ട്. പിന്നെ എനിക്ക് ഭയങ്കര മുൻകോപാണ്, എല്ലാ കാര്യം പറയാം. എല്ലാവർക്കും എന്നെ അറിയുന്നവർക്ക് അറിയാം, നല്ല ഒച്ചയും ദേഷ്യം പറയും, അടിക്കൊന്നുമില്ല, നല്ല ചൂടാവും ഞാൻ, അതെല്ലാവർക്കും അറിയാം. അപ്പോൾ അത് മാത്രമേ ഉള്ളൂ എനിക്ക് എൻ്റെ മക്കൾക്ക് എന്നെക്കൊണ്ടുള്ളൊരു ശല്യം. കാരണം വെച്ചാൽ അത് അവർക്കറിയാം അതെന്തുകൊണ്ടാണ്. ഇപ്പോൾ മക്കൾ കുറച്ചൊക്കെ മുതിർന്നപ്പോൾ അവർക്ക് മനസ്സിലായി അമ്മച്ചിക്ക് എന്തോ മാനസികമായിട്ട് വിഷമമുണ്ട്, അതുകൊണ്ടാണ്. അപ്പോൾ അവർക്കും വിഷമമാകുകയാണ് ചെയ്യുക. കാരണം ഞാൻ ദേഷ്യപ്പെടാറുണ്ട് മക്കളോട്, നന്നായി അങ്ങനെ ചെയ്തൂടെ ഇങ്ങനെ ചെയ്തൂടെ ചൂടെ എൻ്റെ അങ്ങ് പറഞ്ഞിട്ട് ഞാൻ ചൂടായി കൊണ്ടിരിക്കും. ചെറിയ വിഷയം കിട്ടിയാൽ മതി, അത് ആരാന്നൊന്നും നോട്ടമൊന്നുമില്ല, നന്നായി ചൂടാവും. അപ്പോൾ അത് എനിക്ക് സ്നേഹം കൂടുതലുള്ളവരോട് മാത്രമേ അതുണ്ടാവുള്ളൂ. സ്നേഹം ഇല്ലാത്തവരോട് ഞാൻ ദേഷ്യപ്പെടാറില്ല, നല്ലതും പറയാറില്ല, ചീത്തയും പറയാറില്ല, എനിക്കിഷ്ടമില്ലാത്തവരോട്. അപ്പോൾ എൻ്റെ നല്ല സബ്സ്ക്രൈബേഴ്സ് എന്നെ എന്നും സപ്പോർട്ട് ചെയ്യുക. എൻ്റെ ശത്രുക്കൾ അവിടെ മാറി നിന്ന് ചൊറിയുക. നിങ്ങൾക്ക് ദോഷമുള്ളൊരു സാധനം ഞാൻ ചെയ്യില്ല. ഇനി അഥവാ ഞാൻ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന് മാപ്പ്. ഇനി ഒരു കാര്യം ഞങ്ങൾക്ക് വേണ്ടിയിട്ടൊന്നും ഞാൻ ചെയ്യൂല, അത് വേറെ വിഷയം. ഇത്രയും കാലം ഞാൻ എൻ്റെത് അങ്ങനെയൊക്കെ വിചാരിക്കുന്ന കുറേ ആളുകളുണ്ട്. ആ ആളുകളൊക്കെ എല്ലാവരും ഞാൻ നോട്ടിട്ട് വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് അള്ളാഹു എല്ലാവരും ഒരേപോലെ തന്നെ ആക്കില്ല. ജനിച്ച് വീണ അന്ന് തൊട്ട് ഈ നേരം വരെ ഞാൻ, അതായത് 20 ജനുവരി ഞാൻ പറഞ്ഞേ
നവംബർ 27, 26 വരെ ഞാൻ അനുഭവിച്ചിട്ടുണ്ട്. 27 മുതലാണ് എനിക്ക് കുറച്ചൊരു സമാധാനം, ഒരു പ്രതീക്ഷ, ഒരു കാച്ചിത്തുരുമ്പ് ഇറങ്ങി വരുന്ന പോലെ എനിക്ക് തോന്നിയിട്ടുള്ളത്. അതുകൊണ്ട് റബ്ബിനെ മുറുകെ പിടിച്ചാണ് ഞാൻ ജീവിക്കുന്നത്. പിന്നെ എൻ്റെ ഫേസ് അല്ലെങ്കിൽ എൻ്റെ വസ്ത്രം അല്ലെങ്കിൽ ഞാൻ ബുർക്കൊന്നും ഇടുന്നില്ല. നിങ്ങൾ ബുർക്കിടുക, എനിക്ക് ബുർക്കിടണം എന്ന് തോന്നുമ്പോൾ ഞാൻ ബുർക്കിട്ടുകൊണ്ട് എന്നെ ബുർക്കടിപ്പിക്കാൻ നിൽക്കണ്ടാരും. പിന്നെ അല്ല, ഞാൻ എങ്ങനെ നടക്കണതെന്ന് എന്നെ അറിയുന്നവർക്കറിയാം, മനസ്സിലായോ? അല്ലാതെ ഞാൻ മറ്റുള്ളവരെ ബോധിപ്പിക്കാൻ വേണ്ടിയിട്ട് ബുർക്കയും സാധനമൊക്കെ ഇട്ടിട്ട് ഉടായ്പും കള്ളത്രങ്ങളും പുറത്ത് കുനിഷ്ടും ഇവിടുന്ന് അങ്ങോട്ട് ഫോൺ ചെയ്ത് പറയാം, അവിടുന്ന് ഇങ്ങോട്ട് ഫോൺ ചെയ്ത് പറയാം. പിന്നെ അവൾ യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ട് അറിയാം, യൂട്യൂബ് ചാനലിൻ്റെ ലിങ്കും കൊണ്ട് നാട് മൊത്തം നടന്നിട്ട് പബ്ലിസിറ്റി ചെയ്യുക. ഈ പണി എനിക്കില്ല. അങ്ങനത്തെ ഒരു നിസ്കരിക്കാതൊക്കെയാണ് നല്ലത്. അവനാൻ്റെ കാര്യം നോക്കുക, കണ്ടോലെ കാര്യം നോക്കണ്ട. അപ്പോൾ ഈ നിസ്കാരം കൊണ്ട് ഒരു ഫലം ഉണ്ടാകാൻ പോണില്ല, മനസ്സിലായില്ലേ? അള്ളാഹുവിന് ഇബാദത്ത് ചെയ്യുമ്പോൾ അതിൻ്റെതായ രീതിക്ക് ചെയ്യാം. ഏഷണയും പരദൂഷണവും കുറയ്ക്കുക. നമ്മളൊരു കാര്യം ചെന്നിട്ട് ഒരു ഏഷണി അവിടെ ചെന്ന് പറയുമ്പോൾ അവർക്കത് വിഷമാവെന്ന് കണ്ടു കഴിഞ്ഞാൽ അവിടെ ചെന്ന് പറയാതിരിക്കുക, മനസ്സിലായില്ലേ? എത്ര വലിയ ആളുകളായാലും എത്ര വലിയ ഫേമസ് ആയ ആളുകളായാലും ആരും അറിയപ്പെടാത്ത ആളുകളാണെന്നുണ്ടെങ്കിലൊക്കെ ചെയ്യേണ്ട ഒരു കാര്യം തന്നെയാണ്. കാരണം വെച്ചാൽ ഞാൻ ഈ ഒരു കാര്യം ഇത് ഞാൻ കണ്ടു, അപ്പോൾ നമുക്കിത് അവിടെ പോയിട്ട് എൻ്റെ ലിങ്ക് കൊണ്ടേ കൊടുക്കാം, എന്നിട്ട് പിന്നെ അവളെ കൊണ്ടൊന്ന് അപ്പോൾ ആ പെണ്ണത് അല്ലെങ്കിൽ ആ മനുഷ്യനത് വിഷമിക്കും അല്ലെങ്കിൽ ആ സങ്കടപ്പെടുമെന്ന് മനസ്സിലാക്കിക്കൊണ്ട് നമ്മളിത് പിന്മാറേണ്ട. അവൾ കാണുമ്പോൾ അല്ലെങ്കിൽ അവൻ കാണുമ്പോൾ കണ്ടോട്ടെ, അല്ലെങ്കിൽ അവർ ആ കുടുംബം കാണുമ്പോൾ കണ്ടോട്ടെ. ഇതൊക്കെ ഞാൻ യൂട്യൂബ് ചാനൽ തുടങ്ങി ഇവർക്ക് എന്തിനാണ് ഇത്ര ചൊറിച്ചിൽ? ഞാൻ ഇവരാരെങ്കിലും വീട്ടിൽ ചെന്നോ? ഇവരാരെങ്കിലും കഷ്ടപ്പെടുത്താനോ അല്ലെങ്കിൽ ഇവരോട് ഒരു നേരം ഒരു ചോറ് തരുമെന്നോ അല്ലെങ്കിൽ അവിടെ നിന്ന് കിടക്കട്ടെ ഒന്ന് ചെന്നോ? ഞാൻ ചെന്നിട്ടില്ലല്ലോ. പിന്നെ നമ്മൾ പറയാറില്ലേ, മേലക്കൊക്കെ ആകാശം താഴത്തേക്കൊക്കെ ഭൂമി എന്ന് പറയില്ലേ? അപ്പോൾ എനിക്ക് പറയാനുള്ളതോ, മേലക്കൊക്കെ ആകാശം താഴത്തേക്കൊക്കെ ഭൂമി, നടുക്ക് എൻ്റെ മക്കളും ഞാനും, ഇതാണ് എൻ്റെ ലോകം. അതുകൊണ്ട് എനിക്കൊരു ചുക്കുമില്ല, ആരെന്ത് ചെയ്താലും എനിക്കൊരു തേങ്ങയില്ല. പിന്നെ അള്ളാഹുവിനോട് മാത്രമേ എനിക്ക് പ്രാർത്ഥനയുള്ളൂ. അള്ളാഹുവാണ് എല്ലാം തീരുമാനിക്കുന്നതും എല്ലാം നടത്തി തരുന്നതും. ആർക്ക് എന്തൊക്കെ ചെയ്തു കൊടുക്കണം, എന്തൊക്കെ ചെയ്യണം എന്നൊക്കെ തീരുമാനിക്കണം അള്ളാഹു മാത്രമാണ്. അള്ളാഹുവിനോട് മാത്രമേ പ്രാർത്ഥനയുള്ളൂ, അള്ളാഹുവിനെ മാത്രമേ പേടിയുള്ളൂ. അല്ലാതെ ഒരാളെയും പേടിയില്ല, ആരെയും കണ്ട് ജീവിക്കണമില്ല, മനസ്സിലായില്ലേ? ഇത്രയും കാലം കൂടെ നിന്നവർക്കും എല്ലാവർക്കും ഒരുപാട് നന്ദി. അത്രയും പാവപ്പെട്ടവൻ എന്ന് പറയുമ്പോൾ സാമ്പത്തികം ഇല്ലാത്തവർ, സാമ്പത്തികം കുറച്ച് കുറഞ്ഞു പോയവരെന്നേ അർത്ഥമുള്ളൂ. അല്ലാതെ ചാഞ്ഞു കിടക്കുന്ന മരം ആർക്കും ഓടിക്കയറാം, അതല്ലെങ്കിൽ ആരെന്ത് ചെയ്താലും പറഞ്ഞാലും ഒന്നും മനസ്സിലാവില്ല, അതല്ലെങ്കിൽ ബുദ്ധിയില്ലാത്തവർ എന്നൊന്നും അർത്ഥമല്ല. ഓക്കെ, ആളുകൾക്കുണ്ടേ സ്വന്തം വീട്ടിൽ എല്ലാ കാര്യങ്ങളും പരമസുഖമായി ജീവിക്കുന്ന ആളുകൾക്ക് ഭക്ഷണം കഴിക്കുമ്പോൾ ഒരു എല്ലുകുത്തലുണ്ട്. അത് ഇതുപോലെ പാവപ്പെട്ടവൻ്റെ നെഞ്ചത്തോട്ടാണ് കയറുക. അപ്പോൾ അത് വേണ്ട. കാരണം വെച്ചാൽ ഞാൻ പറഞ്ഞല്ലോ, പാവപ്പെട്ടവൻ പറഞ്ഞാൽ ചാഞ്ഞു കിടക്കുന്ന മരം എന്നല്ല, ഓടിക്കയറിയിട്ട് കാര്യമില്ല. കാരണം വെച്ചാൽ അത് വലിയ ബുദ്ധിമുട്ടിലേക്കാണ് പിന്നെ പോവുക. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക കേട്ടോ. നിങ്ങളെ വീട്ടിലേക്ക് ഒരിക്കലും വരില്ല, പേടിക്കണ്ട. ഇനി അഥവാ വന്നാൽ വരുത്തിയാൽ നമ്മളവിടുന്ന് പോരില്ല, അത്രേ ഉള്ളൂ. നമ്മൾ അള്ളാഹിനോട് ദുആ ചെയ്യുമ്പോൾ ഒരു കാര്യം പ്രത്യേകം ദുആ ചെയ്യുക, ഒരാളോടും കണ്ണുകടി, അസൂയ, ദേഷ്യം ഒന്നും തോന്നരുത് റബ്ബേ എന്നുള്ളത്. അങ്ങനെ തോന്നിക്കഴിഞ്ഞാൽ നമ്മുടെ മനസ്സിൽ ഇതെല്ലാം കടന്ന് കളിച്ച് രാവുമ്പോൾ നമുക്ക് ഉറക്കം നഷ്ടപ്പെടും, നമ്മുടെ മനസ്സമാധാനം നഷ്ടപ്പെടും. നമ്മൾ കാരണം നമ്മുടെ മനസ്സ് കാരണം നമ്മൾ തന്നെ ദുഷിച്ചു പോകും. നമ്മളെ മുഖഭാവം തന്നെ എത്ര നിസ്കരിച്ചാലും ഓതിയാലും ഒരു ഈമാലാത്ത പോലെയാവും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ എപ്പോഴും ദുആ ചെയ്യുമ്പോൾ ഒരാളോട് എനിക്ക് അസൂയയോ ദേഷ്യമോ വെറുപ്പോ തോന്നല്ലേ റബ്ബേ എന്നും കൂടി ഒന്ന് ദുആ ചെയ്യണം, നന്നായിരിക്കും. ഇല്ലാതെ എത്ര നിസ്കരിച്ചാലും മുഖത്ത് ഈമാൻ വരില്ല. കാരണം വെച്ചാൽ ഈ അസൂയ നമ്മുടെ മാനസികമായിട്ടും ശാരീരികമായിട്ടും നമ്മുടെ സന്തോഷവും ഇല്ലാതാക്കും, നമ്മളെ അങ്ങോട്ട് നശിപ്പിക്കുകയേ ചെയ്യുള്ളൂ. അപ്പോൾ അതുകൊണ്ട് അതൊന്ന് ശ്രദ്ധിച്ചുകൊണ്ടിട്ടോ. പിന്നെ ഞാൻ വീഡിയോ ഇട്ടിട്ട് വിഷമായി, സങ്കടമായി അങ്ങനെ പറഞ്ഞുള്ള ഈ അസൂയക്കാരുണ്ടല്ലോ, ഈ ചൊറിയണവർ, ആ ചൊറിച്ചിലുള്ള ആളുകളോട് പറയാനുള്ളത്, നിങ്ങൾക്ക് എന്തെങ്കിലും ഞാൻ കാരണം വിഷമം വന്നിട്ടുണ്ടെങ്കിൽ മാപ്പ് എന്ന് ഞാൻ ആദ്യം പറഞ്ഞു. അതേപോലെ തന്നെ നേരെ ഓപ്പോസിറ്റ് ഒരു കാര്യം പറയുകയാണ്, നിങ്ങൾക്ക് ഞാനിപ്പോൾ നിങ്ങളൊന്നും ആരും പേര് പറയാതെ അല്ലെങ്കിൽ ഞാനും എൻ്റെ വിഷമങ്ങൾ മൊത്തം പറഞ്ഞ് നാറ്റിക്കാതെ ഒന്നും ഞാൻ ചെയ്യാതെ നല്ല രീതിയിൽ ഞാൻ വീഡിയോ ഇട്ടിട്ട് നിങ്ങൾക്ക് മനോവിഷമം വന്നിട്ടുണ്ടെങ്കിൽ അൽഹംദുലില്ലാ നല്ല സന്തോഷമായി. കാരണം ഞാൻ കുറേ മനോവിഷമം അനുഭവിച്ചതാണ്. അപ്പോൾ നിങ്ങളും മനോവിഷമം അനുഭവിക്കണം കേട്ടോ. അതെല്ലാവർക്കും കാരണം ഈക്വൽ ആയിക്കോട്ടെ. കാരണം പടച്ചോനല്ലേ വലുത്. അപ്പോൾ അള്ളാഹു ആരെ കൂടെ ഉണ്ടാവുക എന്നൊന്നും പറയാൻ പറ്റൂല. കാരണം വെച്ചാൽ ആരാണ് നന്മ ചെയ്യുന്നതെന്ന് അറിയില്ല. നമ്മൾ പിന്നെ 5 വക്ത് നിസ്കരിച്ചാൽ മാത്രം പോരാ, കൂനിഷ്ടും കുന്നായ്മയും മനസ്സൊന്ന് ക്ലിയർ ആകാൻ കുറേ യാസീന് ഓതണം. പിന്നെ ഞാൻ വീഡിയോ ഇട്ടിട്ട് പിന്നെ മറ്റുള്ളവർക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്, കഷ്ടപ്പാടാണെന്നൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഓല് പോയി കേസ് കൊടുക്കുകയും, ഞാൻ എന്താണ് ഭയങ്കര കഷ്ടപ്പാടായി പോയി എന്ന് പറഞ്ഞിട്ട് കേസ് കൊടുക്കുക. ഞാൻ വീഡിയോ പറഞ്ഞില്ലേ, അതുപോലെ ചെയ്തോളി. നിങ്ങൾ പോയിട്ട് കേസ് കൊടുത്തോളി. ഞാൻ കേസ് നടത്താൻ തയ്യാറാണ്. നിങ്ങൾ ആരെയും, ഞാൻ ഒരു മനുഷ്യനെ ഉൾപ്പെടുത്തിയിട്ടില്ല, എൻ്റെ വീഡിയോസിൽ ഉൾപ്പെടുത്തിയില്ല. ആരെയും കുറ്റം ഞാൻ പറയാൻ പറഞ്ഞാൽ ഞാൻ എൻ്റെ കാര്യങ്ങളും എൻ്റെ
അവസ്ഥകളൊക്കെ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. അല്ലാതെ ഞാൻ ഒരാളെ പേരെടുത്ത് പറഞ്ഞ ഓരോ കാര്യങ്ങൾ ഞാൻ പറഞ്ഞിട്ടില്ല. ഇനി ഞാൻ എൻ്റെ എല്ലാ ലൈവിലാണെങ്കിലും മറ്റുള്ള വീഡിയോസിലാണെങ്കിലും എല്ലാത്തിലും നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും എനിക്ക് ഒരുപാട് പ്രയാസങ്ങളും പ്രശ്നങ്ങളും ഉണ്ട്. പക്ഷേ എല്ലാം മറ്റുള്ളവർക്ക് വേണ്ടി എനിക്കിവിടെ പബ്ലിക്കിൽ പറയാൻ പറ്റില്ല. ജീവിതം ഫുള്ള് പബ്ലിക്കിൽ പറയാനൊന്നും പറ്റില്ല. അതുകൊണ്ടാണ് ഞാൻ പറയാത്തത്. എനിക്ക് എൻ്റെ വിഷമങ്ങൾ ഒരുപാടുണ്ട് സഹോദരങ്ങളെ എന്ന് പറഞ്ഞത് ഞാൻ നല്ല മനുഷ്യന്മാരോട് പറഞ്ഞതാട്ടോ, അല്ലാതെ കാണ്ടാമൃഗങ്ങളോട് പറഞ്ഞതല്ല. നല്ല മനുഷ്യന്മാരുണ്ട് ഇതിൽ, നമ്മളെ സപ്പോർട്ട് ചെയ്യണ ആണുമുണ്ട് പെണ്ണുമുണ്ട്, സഹോദരിമാരുമുണ്ട് സഹോദരന്മാരുമുണ്ട്. അപ്പോൾ അവരോട് എനിക്ക് എന്നും കടപ്പാടും നന്ദി മാത്രമുള്ളൂ. അവരാണ് എന്നെ ഈ 27 ദിവസം കൊണ്ട് ഈ 2025 ജനുവരി 1 മോണിറ്റൈസേഷൻ ആക്കിത്തരാൻ സഹായിച്ച എൻ്റെ നല്ല സഹോദരങ്ങളോട്, എൻ്റെ കൂടപ്പിറപ്പുകളോട് ഒരുപാട് നന്ദി. പക്ഷേ എന്നെ ഇട്ടിട്ട് ഇങ്ങനെ കറക്കാൻ വരുന്നവരുണ്ടല്ലോ, എനിക്കൊരു തേങ്ങയില്ല. നിങ്ങളെന്താ വെച്ചാൽ ചെയ്തോ, കണ്ടത് കൂട്ടിക്കോ. അപ്പോൾ തംബ്നെയിൽ സത്യം പറഞ്ഞാൽ ഞാൻ ഒരു കള്ളം പറഞ്ഞിട്ടുള്ളൊരു തംബ്നെയിൽ ഇതുവരെ ഇട്ടിട്ട് ഞാനൊരു വീഡിയോ ഇതുവരെയും ചെയ്തിട്ടില്ല. അല്ലെങ്കിൽ നിങ്ങളിത് കണ്ടാൽ ഞെട്ടെന്നൊക്കെ പറഞ്ഞു തമാശക്ക് എന്തെങ്കിലുമൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിലേ ഉള്ളൂ. അല്ലാതെ കാര്യപ്പെട്ട ആളുകളെ ഞാൻ അങ്ങോട്ട് വശീകരിക്കാൻ വേണ്ടിയിട്ടൊന്നും ഞാൻ പറഞ്ഞില്ല. ഇത് ഞാൻ പറഞ്ഞത് ഇത് എൻ്റെ ശത്രുക്കൾ സന്തോഷിച്ചോട്ടെ, കുറച്ച് സമയത്ത് 2 സെക്കൻഡിനേലും സന്തോഷിച്ചോട്ടെ എന്ന് വിചാരിച്ച് അവരൊന്ന് ഓപ്പൺ ആക്കിയിട്ട് എനിക്കൊരു വ്യൂസ് കൂടി കിട്ടട്ടെ. അവരെ കൊണ്ട് അങ്ങനെയെങ്കിലും ഒരു ഉപകാരം കിട്ടണമല്ലോ, അതിന് വേണ്ടിയിട്ടാണ്. പൊന്ന് സുഹൃത്തുക്കളെ, സഹോദരന്മാരെ സഹോദരിമാരെ, എനിക്ക് പറയാനുള്ളത്, ഞാൻ വീഡിയോ ചെയ്തതുകൊണ്ട് നിങ്ങളെ കുടുംബത്തിന് ഒരു ബുദ്ധിമുട്ടും വരില്ല. ഞാൻ എൻ്റെ മക്കളായിട്ട് എങ്ങനെയെങ്കിലും ജീവിച്ച് പോയിക്കോട്ടെ, ഇതിമെന്ന് രക്ഷപ്പെടുന്ന ഒരു പ്രതീക്ഷയിലല്ല ഞാൻ ചെയ്യണത്. പക്ഷേ അഥവാ കിട്ടിയാലോ, അതുകൊണ്ടാണ് ഒരു കാച്ചിത്തുരുമ്പ് അള്ളാഹു തന്നതാണുള്ള വിശ്വാസത്തിലാണ് ഞാൻ ഈ യൂട്യൂബ് ചാനൽ മുന്നോട്ട് കൊണ്ടുപോകണത്. അത് അള്ളാഹു അല്ലാതെ വേറൊരാൾ തകർക്കാൻ നോക്കിയാൽ തകരൂല. അള്ളാഹുവിനെ മുറുകെ പിടിച്ചുകൊണ്ട് തന്നെയാണ് ചെയ്യണത്. നിങ്ങൾ എൻ്റെ രൂപം കണ്ടുകാണ്ട് എന്നെ വിലയിരുത്തണ്ട. ഞാൻ എന്താണെന്നുള്ളത് എന്നെ അടുത്തറിയുന്ന ആൾക്കാർക്ക് മാത്രമേ അറിയുള്ളൂ. ഒരാളെ ഞാൻ ഉപദ്രവിക്കാൻ വരുന്നില്ല. ഇനി അഥവാ ഉപദ്രവിക്കാനോ അല്ലെങ്കിൽ നിങ്ങളെ വീട്ടിൽ ഞാൻ വന്നിട്ടുണ്ടെങ്കിൽ ഞാൻ അവിടെ നിന്ന് ഇറങ്ങൂലെന്ന് 100% അള്ളാഹിനെ സാക്ഷി നിർത്തി പറയാണ്. എന്നെ ഉപദ്രവിക്കാൻ വരരുത്. ഞാൻ എൻ്റെ പാട്ടിന് ഞാൻ എൻ്റെ മക്കളും ഞാനും മാത്രമുള്ള എൻ്റെ ജീവിതം ഞാൻ മുന്നോട്ട് കൊണ്ടുപോയിക്കോട്ടെ. ദയവ് ചെയ്തിട്ട് എനിക്ക് നെഗറ്റീവ് കമൻ്റ് ഇടാനോ അതല്ലെങ്കിൽ ആവശ്യമില്ലാത്ത ഞാൻ അറിയുന്നുണ്ട്. അതിനി പബ്ലിക്കിൽ പറഞ്ഞിട്ട് നാറ്റിക്കണ അവസ്ഥയും ഞാനുള്ള റെക്കോർഡടക്കം ഞാൻ പബ്ലിക്കിൽ ഞാൻ പോസ്റ്റ് ചെയ്യുന്നതിനേക്കാളും നല്ലത് മിണ്ടാതെ നിൽക്കുന്നതായിരിക്കും എല്ലാവർക്കും നല്ലത്. കാരണം ഞാൻ നിങ്ങളോട് ആരോടും ഒന്നിനും വരണില്ല. ഞാൻ എൻ്റെ മക്കളെ വീഡിയോസും കാര്യങ്ങളും കാര്യങ്ങളാണ് ചെയ്യുന്നത്. എൻ്റെ മക്കളെ വീഡിയോസ് പോലും ഞാൻ ഇടുന്നില്ല. കാരണം കുറച്ചൊക്കെ ബുദ്ധി വെച്ച കുട്ടികൾ മാത്രമാണ്, ചെറുതിൻ്റെത് മാത്രമാണ്. അത് പിന്നെ കോപ്പിറൈറ്റും ഇതൊക്കെ വരുന്നതുകൊണ്ട് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് അവളെ മോങ്ങ ഞാൻ വല്ലാതെ ഈ വീഡിയോയിൽ ഞാൻ കാണിക്കാറില്ല. അതുകൊണ്ട് ദയവ് ചെയ്തിട്ട് എൻ്റെ ലൈഫിൽ വന്ന് ചൊറിയുണ്ടെങ്കിൽ സ്വന്തമായിട്ട് മാറിയിരുന്ന് ചൊറിഞ്ഞോളി. കാരണം സ്വന്തം വീടും കാര്യങ്ങളും പരമസുഖത്തിൽ ജീവിക്കുന്ന നിങ്ങൾക്കാണ് ഈ ചൊറിച്ചിലും മുള്ളുകുത്തുന്നത്. മനസ്സിലായില്ലേ? നമുക്ക് നമ്മുടെ കാര്യങ്ങൾ തന്നെ നോക്കാൻ കഴിയില്ല. എന്നിട്ടല്ലേ ഇപ്പോൾ മറ്റുള്ളവരുടെ കുടുംബത്തിൽ കാര്യം നോക്കാൻ നമുക്ക് സമയമില്ല. പിന്നെ ഏതെങ്കിലും വിധത്തിൽ ഞാൻ നിങ്ങളെ വിഷമിപ്പിച്ചിട്ടുണ്ടെങ്കിൽ സോറി, ക്ഷമിക്കണം. അള്ളാഹു നിങ്ങൾക്കും എനിക്കും എല്ലാവർക്കും പുറത്തു തരട്ടെ. മോളെ എണീറ്റ് വന്നു, അതുകൊണ്ട് ഞാൻ എൻ്റെ വീഡിയോ ഇവിടെ നിർത്തുകയാണ്. അപ്പോൾ ആരെയും വേദനിപ്പിച്ചെങ്കിൽ സോറി. അസ്സലാമു അലൈക്കും.